നമസ്കാരം, ഞാൻ കൊച്ചുകുമാർ. ഞാൻ ഉഷ. ഇന്ന് മലയാളികൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് പ്രചോദേട്ട? ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, പിന്നെ തൊഴിലില്ലായ്മയുണ്ട്. ഇല്ലായ്മ, ഭവന വായ്പയും വാഹന വായ്പയും EMI ചിട്ടി എണ്ണാച്ചിയൊക്കെ വിട്ടുപോയത്. അതെ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ചേട്ടനല്ല, വിപിൻ ചേട്ടൻ പറയും. വിപിൻ ചേട്ടൻ പറയും. നമ്മുടെ ഇപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഉഷ്ണതരംഗം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ, ചൂട്. അതിന് ചൂട് കറക്റ്റ് ഉത്തരവാണ് പറഞ്ഞത്. കറക്റ്റ് ഉത്തരം. വർത്തമാനകാലം പറയാതെ ഭാവി കാലത്തെ കുറിച്ച് പറയൂ. പിന്നെ ഞാൻ വർത്താനം പറയാനല്ലേ ഇങ്ങോട്ട് വന്നത്. ഭാവിയിൽ എന്താണ് വരാൻ പോകുന്നത്? എന്റെ ഭർത്താവ് നാട്ടിലോട്ട് വരും. അത് ഭാവിയല്ലല്ലോ, ഭൂതമല്ലേ. ഞാൻ പറയാൻ വന്ന അതൊന്നുമല്ല. ഭാവിയിൽ കേരളത്തിലോട്ട് വരാൻ പോകുന്നത് എന്താണ്? മഴ. മഴ. മഴ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൊട മേടിക്കും. കുട മേടിക്കാൻ നമ്മൾ ഏത് കുട മേടിക്കും? ഉഷാക്കുടകൾ. 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 അതെ, ഉഷാക്കുടകൾ. ഉഷ എന്നാണോ നിങ്ങളുടെ കമ്പനി മുതലാളിയുടെ പേര്? അയ്യോ, കമ്പനി മുതലാളി ഞാനാണ്. ഞാൻ PA. പിന്നെ എങ്ങനെയാണ് ഉഷാക്കുടകൾ വന്നത്? എന്റെ കമ്പനിയുടെ പേര് കുമാർ കുടകൾ എന്നായിരുന്നു. കുമാർ കുടകൾ എന്ന് പറഞ്ഞ സമയത്ത് ഇത് ആൾക്കാർക്ക് മേടിക്കാനും പിടിക്കാനും ഒരു മടി. അപ്പൊ ഉഷാ കുടകൾ എന്ന് ഇട്ടതിന് ശേഷം ഇത് മേടിക്കാനും പിടിക്കാനും ആൾക്കാരുടെ തള്ളലോട്ട് പിന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. അത് മാത്രമല്ല, കുടകളെ കുറിച്ച് ആര് എന്ത് പറഞ്ഞാലും അതിനെ എതിർക്കാനും കുടകളെ കുറിച്ച് സംസാരിക്കാനും ഇവിടെ കൊച്ചുകുമാർ ഉഷയും ഉണ്ട്. ആണോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പ്രചോദേട്ട, ഈ വളഞ്ഞ കാലുള്ള കൊടയ്ക്ക് നമ്മൾ എന്തോന്ന് പറയും? അത് നമ്മള് കാലം കൂടെ എന്ന് പറയും. അത് ഭയങ്കര മോശമല്ലേ? പിന്നെ നിങ്ങളെയൊക്കെ പേരിന്റെ ഫ്രണ്ടിൽ കാലം ചേർത്താൽ നിങ്ങൾ സഹിക്കൂ? കാലം പ്രചോദ്, കാലം ബക്രു, കാലം ബിബിൻ എന്നൊക്കെ പറഞ്ഞ അപ്പൊ പിന്നെ ഈ പാവം കൊട പ്രതികരിക്കാത്തോണ്ടല്ലേ അങ്ങനെ പറയണത്? പിന്നെ എന്താ പറയും? അതുകൊണ്ട് ഞങ്ങളുടെ കമ്പനി ഇത്തരത്തിലുള്ള കുടകളെ ഒരിക്കലും കാലം കുടകളെന്ന് വിളിക്കില്ല. പിന്നെ ഞങ്ങൾ ഈ കുടകളെ സുഭാഷ് എന്നാണ് വിളിക്കാൻ പോകുന്നത്. സുഭാഷ്. എന്ത് പേര് ഇത്? സുഭാഷ് കൊടക്കിടുന്ന പേര് സുഭാഷ്. സുഭാഷ്. വിപിൻ ചേട്ടാ, അത് മാത്രം പറയരുത്. താങ്കളുടെ സിനിമയിൽ പഴംപൊരിക്ക് രതീഷ് എന്ന് പേരിടാമെങ്കിൽ ഞങ്ങളെ കുടയ്ക്ക് സുഭാഷ് എന്നും പേരിടാം. അത് മാത്രമല്ല, ചില ആൾക്കാർ ബിരിയാണിയും ചിക്കനും മട്ടനും ബീഫും ഒക്കെ കഴിച്ചിട്ട് വയറിങ്ങനെ വീർത്തു വരുന്ന സമയത്തും അതിന്റെ കുറ്റം ആർക്കാ? കുടയ്ക്ക. അങ്ങനെ കുടവയർ. അതുകൊണ്ട് ഇനി മുതൽ കുടവയർ എന്ന് പറയാൻ പാടില്ല. പാടില്ല. പിന്നെന്ത് പറയും? വൻവയർ എന്ന് പറയണം. വൻപയറാ. ചെറുപയർ, അതായത് വലിയ വയർ എന്ന് പറയണം. നമ്മൾ അതിനൊന്നും അല്ല വന്നത്. ഞങ്ങളുടെ ഫാക്ടറിയിൽ ഞങ്ങൾ കുറച്ച് പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള കൊടകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതൊന്ന് പരിചയപ്പെടുത്താം. ട്രെൻഡിങ് നമ്പർ 1, രോമാഞ്ചം കുടകൾ. എന്താ അതിന്റെ പ്രത്യേകത? അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാ, നല്ല മഴ, നമ്മൾ ഈ രോമാഞ്ചം കുടയും കൊണ്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു തണുത്ത കാറ്റങ്ങോട്ട് അടിക്കുമ്പോ കാലിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു പെരുപ്പ് അങ്ങോട്ട് വരും. അപ്പൊ നമ്മള് കൊട രോമാഞ്ചം അടിച്ച് ഇങ്ങനെ ഒരു നിപ്പുണ്ട്. അതാണ് രോമാഞ്ചം കുടകൾ. ട്രെൻഡിങ് നമ്പർ 2, ആവേശം കുടകൾ. സാധാരണ കുട നിവർത്തുമ്പം ടപ്പ് എന്നൊരു ശബ്ദമല്ലേ കേൾക്കുന്നത്? എന്നാൽ ആവേശം കുട നിവർത്തുമ്പോൾ എടാ മോനെ എന്ന ശബ്ദം കേൾക്കും. പിടിച്ചു നടക്കുമ്പോൾ ഒടുക്കത്തെ ജാടയും ആയിരിക്കും. ട്രെൻഡിങ് നമ്പർ 3, മഞ്ഞുമൽ ബോയ്സ് കുടകൾ. ഈ കുടയും പിടിച്ചോണ്ട് നമ്മൾ കൊടൈക്കനാലിലോ ഊട്ടിയിലോ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമ്മൾ വല്ല കുഴിയിലോ കുണ്ടിലോ വീഴുകയാണെങ്കിൽ നമ്മുടെ കുടയിൽ നിന്നും ഫയർഫോഴ്സിന് ഒരു മെസ്സേജ് പോകും. ലൂസ് അടിക്കടാന്ന്. ലൂസ് അടിക്കടാ എന്നുള്ള മെസ്സേജ് ഫയർഫോഴ്സിന് കിട്ടിക്കഴിഞ്ഞാൽ ഫയർഫോഴ്സ് അവിടെ എത്തും, നമ്മളെ രക്ഷപ്പെടുത്തും. വേറെ ഉണ്ട് കുട്ടേട്ടാ. അതുകൊണ്ട് അത് നമ്മൾ ഇറക്കാൻ ശ്രമിച്ചു, പക്ഷേ അതിന് ലൗഡ് സ്പീക്കറിന്റെ ലൈസൻസ് വേണോണ്ട് ഞങ്ങൾ അത് ഇറക്കിയില്ല.